അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഡിസംബർ മാസം ആയല്ലേ, ഇതേ ക്രിസ്മസ് ഇങ്ങനെ അടുത്ത് വന്നു. വർഷം 2024 ഇതേ പോയി ദാ വന്നു എന്നുള്ള രീതി 2025 വന്നു. അപ്പം ഡിസംബർ മാസത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് പള്ളി, കൊയർ, കരോളൊക്കെയാണ്. നമ്മൾ വീടുകളിൽ പോയി പാടുന്നതും ആ ബാൻഡിന്റെ ശബ്ദമൊക്കെ നമ്മൾ രാത്രി ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലോ, ദേ വരുന്നു വീട്ടിൽ പാടാൻ. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ ഹസ്ബൻഡിന് രാവിലെ കട്ടനാണ് ഇഷ്ടം. ഞാൻ സ്മൂതിയുടെ ആളാണ്. അത് നാട്ടി വെച്ചുണ്ടായ ശീലമൊന്നും അല്ല കേട്ടോ, UK വന്ന് തുടങ്ങിയ ശീലങ്ങളാണ്. പക്ഷെ അതൊരു നല്ല ഹാബിറ്റാന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ വെറുതെ വയറ് കാലിയായിട്ട് ഇടുന്നതിനെക്കാട്ടി നല്ലത് എന്തെങ്കിലും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സാധനം കഴിക്കുക എന്നുള്ളതാണ്. ഡ്രിങ്ക് പോലെ കുറച്ച് ആപ്പിളും കുറച്ച് ഓട്സും കുറച്ച് ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഡേറ്റ്സ്, നട്ട്സ്, ആൽമണ്ട്സ്, കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഹണിയും കൂടെ ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് രാവിലെ തന്നെ ഒരു എനർജി, വയറിനൊരു ഫുൾനെസ് തോന്നും. അപ്പോൾ എനിക്കിത് ഭയങ്കര നന്നായിട്ട് തോന്നി. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതെന്നാണ് പറയുന്നത്. നമുക്ക് രാവിലെ തന്നെ ഒരു എനർജി ബൂസ്റ്ററാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റിയില്ല, വയറ് വെറുതെ ഇടണ്ടല്ലോ. അപ്പം എന്തെങ്കിലും നമ്മളൊരു സ്മൂതി പോലത്തെ ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിരിക്കും. ആക്ച്വലി ഇറ്റ്സ് വെരി മച്ച് ബെനിഫിഷ്യൽ ടു അവർ ബോഡി. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ചോയ്സസ് എപ്പോഴും ഇങ്ങനെയാണ്, സ്മൂതി കട്ടൻ പോലെ ഇരിക്കും. രണ്ട് എക്സ്ട്രീം പോൾസ് ആണ്. പക്ഷെ നമ്മൾ അറ്റ്ലാസ്റ്റ് നമ്മൾ എങ്ങനെ രണ്ടുപേര് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. പ്രത്യേകിച്ച് UK വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് നോട്ട് ആൻ ഈസി ലൈഫ് ടു സ്റ്റാർട്ട് വിത്ത്. രണ്ടുപേരും ഇനിഷ്യലി തുടങ്ങുമ്പം അപ്പം ദേ വിൽ ബി ലൈക്ക് സോ മെനി അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ രണ്ടുപേരും എങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നിരിക്കും. അങ്ങനെ നമ്മൾ രണ്ടുപേരും നമുക്ക് എന്ത് വാങ്ങി തന്നില്ലെന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം വരുമ്പം എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടായിരിക്കും, ഒരു ഫണ്ടമെന്റൽ ആയിരിക്കും അതൊരു റിലേഷൻഷിപ്പിന്. അപ്പോൾ എൻ്റെ സ്മൂതി ഇവിടെ റെഡിയായി. ഞാൻ കുറച്ച് അലങ്കാരത്തിന് ചിയ സീഡ്സ് ഒക്കെ ഇട്ട് കുറച്ച് ഹണിയും കൂടി ഇട്ടാൽ നല്ല മധുരം തോന്നും. അപ്പം ഞങ്ങളെ തന്നെ സ്മൂതിയും കട്ടനും റെഡി ആയിട്ടിരിക്കുന്നു. അപ്പം എങ്ങനെയാ, കുടിക്കാമല്ലേ?